എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് വ്ളോഗ് എടുക്കാനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ. ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള അപ്പോൾ നമ്മളൊരു ഹാഫ് ആൻ അവറിൽ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകും. ആൻഡ് അവിടുന്ന് ട്രെയിൻ ടു മാംഗ്ലൂർ, ദെൻ മാംഗ്ലൂർ ടു ബൈന്ദൂർ. ഓക്കെ, ലെറ്റ്സ് ഗോ. വീഡിയോ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും അല്ലെങ്കിൽ ആ ഒരു ചമ്മലൊക്കെ കുറേ മാറിക്കിട്ടിയെങ്കിലും ഈ പറയുന്നത് പോലെ സംസാരിക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ, അത് എനിക്കിപ്പോഴും ചില സമയത്ത് ബുദ്ധിമുട്ടാണ്. അതായത് മറ്റുള്ളവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താ പക്ഷേ എല്ലാവരും യൂട്യൂബ് എടുക്കുന്നു അതിനൊക്കെ കളിയാക്കി പറയുമോ അങ്ങനത്തൊക്കെയുള്ള ചിന്തകൾ പോലുണ്ട്. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കും, പക്ഷേ എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി അധികം ബോധഡാവേണ്ട ആവശ്യമുണ്ടോ അല്ല ഞാൻ ആലോചിക്കും. പക്ഷേ വി സ്റ്റിൽ ഡു ഇറ്റ് ബിക്കോസ് യു വോണ്ട് ഡു ഇറ്റ് അല്ലേ. അങ്ങനെ നമ്മൾ മാംഗ്ലൂർ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച ടൈമിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ വെയിലുണ്ട്, പക്ഷേ ഫുഡ് ടൈമും കൂടി ഉണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഫോർ എവർ നൊസ്റ്റാൾജിക് ഒരു മെമ്മറി ആട്ടോ. അങ്ങനെ നമ്മൾ മാംഗ്ലൂർ എയർപോർട്ട് അല്ല, അങ്ങനെ നമ്മൾ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. എനിക്കൊരുപാട് മെമ്മറീസ് ഉള്ള എൻ്റെ സ്വന്തം മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് ഇനി 2:20 മൂകാംബികയിലോട്ടുള്ള ട്രെയിൻ. അപ്പോൾ ഇനി ഒന്ന് ലഞ്ചടിക്കണം. അപ്പോൾ പോയാലോ. മാംഗ്ലൂർ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷെ അവിടം വരെ പോകാനുള്ളൊരു ടൈം ഇല്ലാത്തത് കൊണ്ടും നമ്മൾ അടുത്ത് തന്നെ പെട്ടെന്ന് പോയി പരിപാടി തീർത്ത് അടുത്ത ട്രെയിന് കയറാനുള്ളതുകൊണ്ട് നമ്മൾ അടുത്തുള്ള, അതും ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഹോട്ടലാണ്. യൂഷ്വലി മലയാളീസൊക്കെ കഴിക്കാൻ കയറുന്ന ഒരു ഹോട്ടൽ തന്നെയാണ്. ഇനി അവിടെ കയറി കഴിച്ച് പിന്നെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വരിക എന്നുള്ളതായിരുന്നു ടാസ്ക്. ആൻഡ് അതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയൊരു വോയിസ് വർക്കിൻ്റെ ഓഡിഷൻ വന്നതുകൊണ്ട് അതിൻ്റെ പുറകെയായിരുന്നു കുറേ നേരം. സോ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ട്രെയിൻ ടൈം ആയത് സത്യത്തിൽ അറിഞ്ഞേ ഇല്ല എന്ന് പറയാം. മാംഗ്ലൂർ ടു ബൈന്ദൂർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 3-4 ഹവേഴ്സിൻ്റെ ജേണി എന്തോ ആണ്. പക്ഷെ സത്യത്തിൽ ഇരുന്ന് ചെറുതായിട്ടൊന്നും മടുക്കും, കാരണം ട്രെയിൻ ഇടയ്ക്ക് ഹോൾട്ട് വന്നു, അങ്ങനെ കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് ബോറടിച്ചു. പക്ഷേ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ട്രെയിൻ മൊത്തം ഫാമിലിയൊക്കെ ആയിട്ട് ആൾക്കാരെല്ലാവരും, മൂകാംബിക സീസൺ ആണല്ലോ, അപ്പം ഫുൾ ആൾക്കാരായിരുന്നു. കുട്ടികളും ഫാമിലിയും ബഹളവും ഒന്നും പറയണ്ട. എന്തായാലും ആ സംഭവബഹുലമായ യാത്ര കഴിഞ്ഞ് നമ്മൾ ബൈന്ദൂർ എത്തി ഒരുവിധം. ഫൈനലി ബൈന്ദൂർ സ്റ്റേഷനെത്തി. ഇനി ഇവിടുന്ന് ഒരു ക്യാബ് പിടിച്ച് വേണം നമുക്ക് മൂകാംബിക, അതായത് കൊല്ലൂർ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ക്യാബ് പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പുറത്തോട്ട് പോയത്. അപ്പോൾ നമ്മൾ ഊബറൊക്കെ നോക്കി ഒന്നും വർക്കാവുന്നില്ല. പകരം അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്നിങ്ങനെ ചോദിക്കുക, അതായത് ഓട്ടോ ആണെങ്കിൽ ഇത്ര, ക്യാബ് ആണെങ്കിൽ ഇത്ര എന്നൊക്കെ അവർ പറയുകയാണ്, ഷെയറിങ് ആണെങ്കിൽ ഇങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഭയങ്കര ബഹളം, എന്ത് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലാവാത്ത അത്രയും ബഹളം. എന്തായാലും പിന്നെ നമ്മൾ ഷെയറിങ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ക്യാബ് പോലത്തെ ഒരു സംഭവം നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. ആ യാത്ര എന്ന് പറയുന്നത് അത് അതിലും വലിയൊരു സംഭവബഹുലമായ യാത്രയായിരുന്നു. കാരണം അതുമാതിരി സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് അവിടെ നിന്നൊരു 45 മിനിറ്റ്സിൻ്റെ ജേണി ആണെന്നാണ് ഇപ്പം എൻ്റെ ഒരു ഓർമ്മ. അതൊരു ഭയങ്കര സ്പീഡിലായിരുന്നു. ഞാനിങ്ങനെ അന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ചു തന്നെ പറയണം, കാരണം അങ്ങനത്തെ ഒരു പോക്കായിരുന്നു അത്. പക്ഷെ അതിൻ്റെ ഇടയിലും ഞാൻ ഈ സൺസെറ്റ് പിടിക്കാൻ ഞാൻ മറന്നില്ല, കാരണം അതായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ. മനസ്സിലായില്ലേ? എന്തായാലും ആ ചേട്ടൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ ഭയങ്കര രാത്രിയാവുന്നതിന് മുന്നേ ഹോട്ടലെത്തിയെന്ന് പറയാം. അങ്ങനെ റൂമെത്തി. നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷപ്പ് ആവണം,
രാത്രി 9-9:30 വരെയാണ് ടെമ്പിൾ. അപ്പോൾ ആ സമയത്ത് കയറാൻ പറ്റുമോ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് നോക്കണം. അല്ലെങ്കിൽ നാളെ രാവിലെ പോകണം. സോ ലെറ്റ്സ് സീ. അപ്പോൾ കാണാം. ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നമ്മൾ എന്തെങ്കിലും കഴിക്കണം. നല്ല വിശപ്പുണ്ട്. പിന്നെ ഇപ്പം തന്നെ സമയം 7 മണി കഴിഞ്ഞു. 7 മണി 7:30 അടുത്ത് ആവാനായി. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ അമ്പലം ക്ലോസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലോട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നാളെ രാവിലെ അമ്പലത്തിൽ പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റാവാം. അപ്പോൾ അങ്ങനെ വെറുതെ ഒന്ന് ഇറങ്ങി നടന്നപ്പോഴാണ് അമ്പലത്തിൽ കയറാനുള്ള ക്യൂ കാണുന്നത്. ഈ ക്യൂ ഒന്നും കഴിഞ്ഞ് ഇന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്നുള്ള പ്രതീക്ഷയൊന്നും സത്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. എന്തായാലും നമ്മൾ ചുറ്റിനും ഒന്ന് നടന്നു. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചു ഫോർ ആർ ഓൺ കൺവീനിയൻസ്. പിന്നെ പെർഫോം ചെയ്യാൻ പോകുന്ന സ്റ്റേജ് ഏതാണെന്ന് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ സ്റ്റേജും പോയി കണ്ടു. അവിടെ ഒരു പെർഫോമൻസ് ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണല്ലോ പെർഫോം ചെയ്യേണ്ടതെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും എന്നാൽ ചെറിയതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതെവിടെ ടെൻഷൻ എന്ന് പറയാൻ പറ്റില്ല, സത്യത്തിൽ ആ ഒരു ഫീലിംഗ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റ്. നമ്മളിപ്പം എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. നാളെ റിഹേഴ്സലുള്ള സ്ഥലം ആൻഡ് സ്ഥലം ഒന്ന് പരിചയം അടുത്ത എത്രയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. ഫ്രണ്ട്സൊക്കെ ഓരോന്നായിട്ട് വരുന്നേ ഉള്ളൂ. മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും കാണണം. നാളെ റിഹേഴ്സലാണ്. അപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല, കണ്ടില്ലേ ഭയങ്കര തിരക്ക്. ഇനിയിപ്പോൾ നാളെ രാവിലെ നോക്കണം എങ്ങനെയാണെന്ന്. ഒന്നാമത് സീസണും കൂടി ആയതുകൊണ്ട് തിരക്കുണ്ട്. അപ്പം ഇനി നാളെ രാവിലെ നോക്കാം. അപ്പോൾ നാളെ രാവിലെ കണ്ടാലോ. അങ്ങനെ എന്ത് വന്നാലും രാവിലെ എണീക്കാൻ പറ്റണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നമ്മൾ അന്ന് രാത്രി അങ്ങ് ഉറങ്ങാൻ തീരുമാനിച്ചു. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ കുളിച്ചൊക്കെ റെഡിയായി. ഇപ്പോൾ 6 മണിയായി. അമ്പലത്തിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ അമ്പലത്തിൽ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അമ്പലത്തിൽ വീഡിയോസ് എടുക്കാൻ പറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ എൻ്റെ ആ ഒരു തെറ്റിദ്ധാരണ മാറിക്കിട്ടിയെന്ന് തന്നെ പറയാം. കാരണം അവിടെ എല്ലാവരും വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് അതുകൊണ്ട് തന്നെ കുറേയും കൂടി ഭയങ്കര ഫ്രീയർ അറ്റ്മോസ്ഫിയർ ആയിട്ട് അവിടെ തോന്നി. കാരണം രാവിലത്തെ ചടങ്ങൊക്കെ അവിടെ എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാം അത് ഭയങ്കര നോർമലായിട്ടാട്ടോ അവിടെ കണ്ടത്. അല്ലാതെ അതൊരു എടുക്കാൻ പാടില്ലാത്ത കാര്യം, ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിട്ടൊന്നും അവിടെ ട്രീറ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഫ്രീ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പോലെയാണ് തോന്നിയത്. കുറേയും കൂടി റിജിഡിറ്റി ഇല്ലാത്തതുപോലെ, വിച്ച് മെയ്ഡ് മീ ഫീൽ റിയലി ഗുഡ്. ഇതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ രാവിലെ എണീച്ചു എന്ന് മാത്രമല്ല, നല്ല അടിപൊളിയായിട്ട് ദർശനം കിട്ടുകയും ചെയ്തു. അതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതു. അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു വൈബായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയാലോ. അങ്ങനെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും രാവിലെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ റെസ്റ്റ് മോഡ് ഓൺ ആക്കി വെച്ചു. കാരണം ഇനി എനിക്ക് ഉച്ചക്ക് റിഹേഴ്സൽ ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ റിഹേഴ്സൽ ടൈം ആവാറായി. നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് മെല്ലെ റിഹേഴ്സൽ സ്പോട്ടിലോട്ട് പോയാലോ. ലെറ്റ്സ് ഗോ വേഗം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റിഹേഴ്സൽസിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഡൾട്ട്സ് ഗ്രൂപ്പിലായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ടേൺ വരുള്ളൂ. എന്തായാലും വലിയ മോശമില്ലാതെ പങ്ക്ച്വലായി എത്തി എന്ന് തന്നെ പറയാം. ലാസ്റ്റ് ടൈം പോലെ വീണ്ടും ടീഷർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ്യൂം മാറ്റി മ്യൂസിക് സെക്ഷനിലെ ടീഷർട്ടിലോട്ട് മാറിയാലോ. ബാക്കിലുണ്ട് സൈഡിൽ. അങ്ങനെ വെയിറ്റ് ചെയ്ത് ഒരു വിധമാകുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ് വി കുഡ് ഡു. പക്ഷെ എന്തായാലും അതിനിടയിൽ ചായ കുടിച്ചു, എല്ലാവരെയും കണ്ടു, സംസാരിച്ചു, കുറേ നേരം കത്തിവെച്ചു. അതായിരുന്നു ഹൈലൈറ്റ് ഓഫ് ദ ഡേ എന്ന് തന്നെ പറയാം.
ലാസ്റ്റ് ടൈം ഗുരുവായൂരുണ്ടായ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്രാവശ്യം മൂകാംബികക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവളെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ കുറേ കുഞ്ഞു കുട്ടികളോടും പിന്നെ അന്ന് ആദ്യമായി കാണുന്ന കുറേ പേരോടൊക്കെ ഒന്ന് സംസാരിക്കാനും പരിചയപ്പെടാനൊക്കെ ശ്രമിച്ചു. എന്തായാലും ഇന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു, കാരണം നാളെയാണ് കോൺസെർട്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ആൻഡ് സക്സസ്ഫുള്ളി പ്രീപ്ലീറ്റഡ് സാരി ഉടുത്തിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെയാണ് കോൺസെർട്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് ഗെറ്റ് റെഡി. ഹായ്, അപ്പോൾ നമ്മൾ റെഡിയായി. യെസ്, ഇത് കണ്ടോ, ശരിക്കും കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? യെസ്. അപ്പം നമുക്ക് പരിപാടി കൂടിയിട്ട് വന്നാലോ? പരിപാടി കൂടാൻ പോകുന്നതിന് മുന്നേ ആണ് ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും ചെരുപ്പ് പൊട്ടി. പിന്നെ ചെരുപ്പിടാതെ കുറേ നടക്കൽ, ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കുറേ നടന്നു. ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ ചെരുപ്പ് അവൈലബിൾ ആയിരിക്കുന്നു, പക്ഷേ ഉണ്ടായിരുന്നില്ല. അവസാനം കുറച്ചധികം ദൂരെ പോയി ഒരു ചെരുപ്പ് വാങ്ങി വന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചു രാവിലെ, കാരണം 7:45 ആകുമ്പോഴത്തേക്ക് വെന്യൂ എത്തണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എത്താൻ പറ്റുമോ എല്ലാവരും എത്തിയിട്ട് എന്നുള്ളൊരു ടെൻഷനായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ എത്തിയെന്ന് തന്നെ പറയാം. So here we are at the venue. ചെരുപ്പ് കൂട്ടി സംഭവബഹുലമായ ഒരു ദിവസം നമ്മൾ തുടങ്ങിയപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 7:40 ആയപ്പോൾ നമ്മൾ വെന്യൂ എത്തി. പിന്നെ ലാസ്റ്റ് ടൈം ഇതുപോലൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പ്രോഗ്രാമിന് മുന്നേ തന്നെ എടുക്കണം എന്നുള്ളത് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോ സെഷനും വീഡിയോ എടുക്കുന്ന പരിപാടിയും ഒക്കെ ആയിരുന്നു, വിച്ച് വാസ് റിയലി ഫൺ. നമുക്ക് അതൊരു ഭയങ്കര നല്ല വൈബായിരുന്നു. നമ്മൾ 2 ഗ്രൂപ്പ്സ് ആയിട്ടാണ് പാടുന്നത്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ദെൻ ആണ് നമ്മുടെ സെക്കൻഡ് ഗ്രൂപ്പായിട്ട് പാടാൻ പറ്റുക. അങ്ങനെ മനസ്സ് നിറഞ്ഞ് പരിപാടി കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഒന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ ആഗ്രഹമായിട്ട് ഒന്ന് കയറി. ഒന്ന് അകത്ത് കയറിയില്ല, പക്ഷെ ഒന്ന് വീണ്ടും ആ ഒരു ആംബിയൻസൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് നമ്മൾ ഇറങ്ങി. ഇവിടെ വന്ന് പാടാനൊക്കെ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതൊരു ഭയങ്കര മെമ്മറി ആയിരിക്കും എൻ്റെ ലൈഫിലെ.
സോ അതാണ് ഞാനിവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ അതുപോലെ ഇനി എന്തെങ്കിലും പുതിയ എക്സ്പീരിയൻസസോ വിശേഷങ്ങളോ ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് സീ യു സൂൺ.